ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു അച്ചു ക്രിയേറ്റ്സ്. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഫ്ലവർ പോട്ടാണ്. ആൻഡ് ഇത് പേപ്പർ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ, ഒരു 2 മിനിറ്റുള്ള വീഡിയോയേ ഉള്ളൂ. കുറെ ലെങ്ത് വെക്കുമ്പോൾ ബ്ലാക്ക് അടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ ഈ ഫ്ലവറിന് വേണ്ട പെറ്റൽസ് ഒക്കെ ഈ പേപ്പർ പ്ലേറ്റ്സ് നിന്നാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സെയിം ഫ്ലവർ നമുക്ക് പിസ്താഷ്യൽസ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നോർമൽ പേപ്പർ യൂസ് ചെയ്താൽ അത്ര നീറ്റായി കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം. പിന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെയിം ഷേപ്പിൽ ഒന്നും കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. പല ഷേപ്സിൽ കട്ട് ചെയ്തെടുത്താൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെറ്റൽസിനൊക്കെ ഒരു വളഞ്ഞ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു പെന്നിന്റെ മുകളിൽ വെച്ച് വളച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയൊരു ലോങ് വീഡിയോ ഇടുന്നുണ്ട്, അതിൽ എന്താ കണ്ടന്റ് എന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ സ്റ്റാർ മെൻഷൻ ഉണ്ടാവുമെന്ന്. ആകെ 2 പേരെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൽ ഒരാൾ ഗസ് ചെയ്ത് കറക്റ്റായിട്ട് ഗസ് ചെയ്തത് ജുവലാണ്. സോ നമ്മുടെ സ്പെഷ്യൽ സ്റ്റാർ മെൻഷൻ ജുവലിനാണ്. പിന്നെ കുറെ കുട്ടികളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ക്രോഷേ ചെയ്യുമെന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഹോബീസിൽ പെട്ടൊരു സംഭവം അല്ല കേട്ടോ ഈ ക്രോഷേയിങ്. ഒരു തവണ ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു യൂട്യൂബ് വീഡിയോ നോക്കിയായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്റെ മിസ്റ്റേക്ക് ആണോ അവരേതെങ്കിലും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താണോ എന്ന് അറിയില്ല, എന്റെ പൗച്ചിന്റെ ഒരു തോണിയുടെ ഷേപ്പായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. ഒരു 2-3 പ്രാവശ്യം അഴിച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടും സെയിം തോണിയുടെ ഷേപ്പ് തന്നെയാണ് കിട്ടുന്നുണ്ടായിരുന്നത്. അന്ന് ഞാൻ അതവിടെ ഉപേക്ഷിച്ചതാണ്, പിന്നെ ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും കമന്റ്സിൽ പറയുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ശരിയായി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറെ കുട്ടികൾ കുറെ സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കമന്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ദിവസം 2 ഷോർട്സ് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും, പക്ഷെ എന്തായാലും ഞാൻ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഞാനിവിടെ പോട്ടിന് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസറിന്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സിന് വൈറ്റ് കളർ ആയതുകൊണ്ട് പോട്ടിന് കളർ മാറ്റണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ബ്ലൂവിന് പകരം എനിക്ക് ബ്രൗൺ പെയിന്റ് അടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എത്ര തപ്പിയിട്ടും ബ്രൗൺ പെയിന്റ് കാണുന്നില്ലായിരുന്നു. പിന്നെ ഈ ബ്ലൂ കളർ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ, ഒരു വെള്ളത്തിൽ നിൽക്കുന്ന ഫീലൊക്കെ ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.